All of the good morning. ഞാൻ കെ.ടി. കുട്ടൻ, റിട്ടയർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫ്രം കേരള സ്റ്റേറ്റ് വെയർഹൗസിംഗ് കോർപ്പറേഷൻ and also licensed civil engineer for the approval of the building in Kerala. Okay. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇന്നലെ ഞാനൊരു പോസ്റ്റ് കണ്ടു ഫേസ്ബുക്കിൽ. 2018 ജൂലൈ 9 ഞാൻ ഇട്ട പോസ്റ്റാണ്. ആ സംഭവം നടക്കുന്നത് ഞാൻ കരുനാഗപ്പള്ളിയിൽ ജോലി ചെയ്യുന്ന സമയത്ത്. അവിടെ ഒരു 100 മീറ്റർ നീളം, ഏകദേശം 21.8 മീറ്റർ വീതിയുള്ള 3 സ്റ്റെപ്പിൽ ഉള്ള ഒരു വലിയ ഗോഡൗൺ ചെയ്യുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോഴേ തൃശ്ശൂർ നമ്മളെ റൗണ്ടിലുള്ള ഗേൾസ് ഹൈസ്കൂളിലും വിവോദയ സ്കൂളിലാണ് നമ്മൾ PSC കോച്ചിങ് നടക്കുന്നത്. ഏകദേശം 250 പേരോളം ആ PSC കോച്ചിങ് ക്ലാസ്സിലുണ്ടായിരുന്നു. എൻ്റെ ഭാഗം എന്ന് വെച്ചാൽ ഞാൻ മാത്സ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഭംഗിയായിട്ട് പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നുവെച്ചെങ്കിൽ ഞാനൊരു 3 ദിവസം ക്ലാസ് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായത്, കുറച്ച് പേര് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, ബഹുഭൂരിപക്ഷം അവർക്ക് മനസ്സിലാവുന്നില്ല. ഇത് മനസ്സിലാക്കിയിട്ട് ഞാൻ എന്തായെന്ന് വെച്ചെങ്കിൽ പിറ്റേ ദിവസം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇനി എല്ലാവരും മാത്സ് അറിയുന്നവരും അറിയാത്തവരും, അല്ലെങ്കിൽ കുറച്ചൊക്കെ എല്ലാവർക്കും കുറേശ്ശൊക്കെ അറിയാം, നിങ്ങളുടെ മൈൻഡ് ഒരു വൈറ്റ് പേപ്പർ പോലെ നിങ്ങൾ ഫീൽ ചെയ്തിരിക്കുക, ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഞാനൊരു 3-4 ദിവസം ക്ലാസ് എടുത്തപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചെങ്കിൽ, മാത്സിന്റെ കാര്യത്തിൽ എല്ലാ കുട്ടികളും ഒരു ബേസിക് ലെവലിൽ വന്നു, എല്ലാവരും ഒരേ ലെവലിൽ വന്നു. അപ്പൊ അതില് +2 മുതൽ BTech കഴിഞ്ഞ ഒരു കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ BTechകാർക്കൊന്നും മാത്സ് ഒക്കെ നല്ലതാണ്, അവർക്ക് എല്ലാ കാര്യങ്ങളും അഡ്വാൻസ്ഡ് മാത്സ് ഒക്കെ നന്നായിട്ട് അറിയാം. പക്ഷെ ഈ +2 കഴിഞ്ഞ കുട്ടികൾ, പിന്നെ ഡിഗ്രിക്ക് BA എടുത്തിട്ടുള്ള കുട്ടികൾ, അവർക്കൊന്നും മാത്സ് അത്ര പെടത്തില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, കുട്ടികൾ മാത്സ് എന്ന് പറയുമ്പോൾ പേടിച്ചോടുന്നത് എന്താണെന്ന് വെച്ചാൽ, മാത്സ് വളരെ സിമ്പിളാണ്. അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെറുപ്രായത്തിൽ പഠിക്കാത്ത കാരണമാണ് അവർക്ക് മാത്സ് പേടി വരുന്നത്. ഇതിനൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല വ്യക്തമായിട്ട് നമ്മൾ ബേസിക്കായിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ, അത് ഏത് ലെവലിലും, ഒരു കുട്ടിയുടെ ഏത് ലെവലിലും ആ ബേസിക് ആയിട്ടുള്ള നമ്മൾ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ അവർ ശരിക്കും മാത്സിനൊരു ഫ്രണ്ടിലായിട്ട് വരും. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എല്ലാ ഞായറാഴ്ചയാണ് ക്ലാസ്. അപ്പം കരുനാഗപ്പള്ളിയിൽ നിന്ന് ശനിയാഴ്ച അവിടുന്ന് നമ്മൾ വൈകിട്ട് 6 മണിക്കൊക്കെ അവിടുന്ന് ട്രെയിൻ കയറും. 5 മണി 6 മണിക്കായിട്ട് ട്രെയിൻ കയറും. ഇവിടെ ഏകദേശം 12 മണി 1 മണി സമയത്ത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തും. അവിടുന്ന് വീട്ടിൽ വന്ന് ജസ്റ്റ് കുളിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പിറ്റേ ദിവസം 9 മണിയാകുമ്പോൾ, ഞായറാഴ്ച 9 മണിയാകുമ്പോൾ ക്ലാസ് എടുക്കാൻ പോകും. ചില ദിവസങ്ങളിൽ ഞാൻ ഫുൾ ഡേ ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഞായറാഴ്ച ക്ലാസ് എടുത്തിട്ട് നമ്മൾ പിറ്റേ ദിവസം തിങ്കളാഴ്ച 3 മണിക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ട് ട്രെയിനുണ്ട്, ആ ട്രെയിനിൽ പോകും. അപ്പോൾ അതിൻ്റെ ഞങ്ങൾ കുട്ടികളെല്ലാം, ഒരുവിധം കുട്ടികളെല്ലാം അവിടുത്തെ ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നിന്നിട്ട് എടുത്ത ഫോട്ടോയാണ്. അപ്പം നമ്മുടെ അതിൽ അധ്യാപകരുണ്ടായിരുന്നു, പിന്നെ കുട്ടികളുണ്ടായിരുന്നു. അപ്പം എനിക്കതിൽ നിന്ന് മനസ്സിലായെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലെ അതിഥികളൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ സോഫ്റ്റ് ഡ്രിങ്ക്സും മറ്റുള്ള കുറേ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് ഒരു നല്ല ചില്ല് ഗ്ലാസ്സിൽ പ്യുവറായിട്ടുള്ള വെള്ളം കൊടുത്തു കഴിഞ്ഞ് സാറ്റിസ്ഫൈഡാണ്.
നമ്മൾ വീട്ടിലുള്ള ഇത്രയും കൂടി നമ്മൾ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടാവും. അതുപോലെയാണ് കാര്യങ്ങൾ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ അതേമാതിരി പഠിപ്പിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം വെച്ചെങ്കിൽ അന്ന് ലാസ്റ്റ് PSC ഒരു PSC ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ തലേ ദിവസം